പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികളെ, സമസ്ത ഫൈനൽ എക്സാം 2ാം ക്ലാസ് അഖീദ കഴിഞ്ഞ ദിവസം നടന്ന മാതൃകാ ചോദ്യപേപ്പർ ഉത്തരസഹിതം പരിചയപ്പെടുത്തുന്ന നല്ല വീഡിയോയാണ്. മുഴുവനായി തന്നെ കാണുകയാണെങ്കിൽ നല്ല മാർക്ക് നേടാം. നേരെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം നിങ്ങൾക്ക് കാണാം, പൂർത്തിയാക്കാം എന്നതാണ്. ഈമാൻ കാര്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. അള്ളാഹുവിൽ വിശ്വാസം എന്നതും ഖദറിലെ വിശ്വാസം എന്നതും അവിടെ കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള 4 നമ്മൾ സ്വന്തമായി എഴുതണം. ഈമാൻ കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ രൂപത്തിലല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു രൂപത്തിൽ ഉണ്ടാകും എന്ന കാര്യം ഉറപ്പാണ്. കുട്ടികളെല്ലാം പഠിച്ചിട്ടുണ്ട് എന്നൊന്ന് ഉറപ്പുവരുത്തുക. ഒന്നാമത്തത് അള്ളാഹുവിലെ വിശ്വാസം എന്നാണ്. പിന്നെ ഡാഷ് വിശ്വാസം എന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. മലക്കുകളിലെ വിശ്വാസമാണ്. അതുപോലെ തന്നെ എല്ലാറ്റിലും വിശ്വാസം എന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. ബാക്കി നമ്മൾ എഴുതിയാൽ മതി. കിതാബുകളിലെ വിശ്വാസം, മുർസലുകളിലെ വിശ്വാസം, അന്ത്യനാളിലെ വിശ്വാസം, ഖദറിലെ വിശ്വാസം. ഇതാണ് ഈമാൻ കാര്യങ്ങൾ. രണ്ടാമത്തേലേക്ക് വരുമ്പോൾ ശരി അടയാളപ്പെടുത്തുക എന്നൊരു ചോദ്യമാണ്. 5 ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. 2 ഓപ്ഷനാണ് നൽകിയിട്ടുള്ളത്. അതിൽ ഏതാണോ ശരി ഉത്തരം അതിൻ്റെ കളിയിൽ നമ്മൾ ശരി അടയാളപ്പെടുത്തി കൊടുക്കുക. ഒന്നാമത്തെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായി. മക്കയിൽ എന്നുണ്ട്, മദീനയിൽ എന്നുണ്ട്. നബി വഫാത്തായത് മദീനയിലാണ്, ജനിച്ചത് മക്കയിലുമാണ്. രണ്ടാമത്തത്, അസ്രായിൽ അലൈഹിസ്സലാത്തു വസ്സലാം മലക്കാണ്, നബിയാണ്. അസ്രായിൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രധാനികളായ 4 മലക്കുകളിൽ ഒരാളാണെന്ന് നമ്മൾ പാഠത്തിൽ പഠിച്ചതാണ്. മൂന്നാമത്തത്, ആദ്യത്തെ റസൂൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം. ശരി, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ്. മുഹമ്മദ് നബി അവസാനത്തെ നബിയാണ്. നാലാമത്തത്, തൗറാത്ത് ഇറക്കപ്പെട്ടത് ആർക്കാണ്? മൂസാ നബിക്ക്, ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനാണ് തൗറാത്ത് ഇറക്കപ്പെട്ടത്. ദാവൂദ് നബിക്ക് സബൂറാണ്. 5, നമുക്ക് കാണാൻ കഴിയില്ല. മലക്കുകൾ, മനുഷ്യർ. മലക്കുകളെയാണ് നമുക്ക് കാണാൻ പറ്റാത്തത്. മനുഷ്യർ നമ്മുടെ സഹജീവികളാണല്ലോ. അപ്പോൾ ഇതുപോലത്തെ തെറ്റ് ശരിയാക്കാനുള്ള ഒരു ചോദ്യം നമുക്ക് ഉറപ്പായും പ്രതീക്ഷിക്കാം. അതിനൊക്കെ പാഠഭാഗവുമായിട്ട് നമുക്ക് ബന്ധം ഉണ്ടായിരിക്കണം. അതുകൊണ്ട് കുട്ടികളെ കൊണ്ട് പാഠം നന്നായി വായിപ്പിക്കുക. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ 2 ചോദ്യങ്ങളാണ്. അതിലൊന്ന് ലാ ഇലാഹ ഇല്ലല്ലാ എന്നതിൻ്റെ അർത്ഥം എഴുതാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞാൽ ആരാധനയ്ക്ക് അർഹൻ അള്ളാഹു അല്ലാതെ മറ്റാരും ഇല്ല. 2, ഇൻഷാ അള്ളയുടെ അർത്ഥം അള്ളാഹു ഉദ്ദേശിച്ചാൽ എന്നുള്ളതാണ്. അപ്പോൾ ഇത് 2ൻ്റെയും എഴുതുന്ന രൂപം ഒന്ന് ശ്രദ്ധിക്കുക. കുട്ടികൾ എഴുതുന്നത് ശരിയാണോ എന്നൊന്ന് ഉറപ്പുവരുത്തുക. കാരണം കൂടുതലായിട്ടും പ്രതീക്ഷിക്കാനും പറ്റുന്ന ചോദ്യങ്ങളാണ്. നാലാമത്തേലേക്ക് വരുമ്പോൾ 4 പ്രധാനികളായ മലക്കുകളുടെ പേരുകളാണ് ചോദിച്ചിട്ടുള്ളത്. അലൈഹിസ്സലാം എന്ന് 4 കോളങ്ങളിലും നൽകിയിട്ടുണ്ട്. ഓരോ മലക്കുകളെ പേരവിടെ എഴുതി കൊടുത്താൽ മാത്രം മതി. പ്രധാനികളായ 4 മലക്കിൽ ഒന്നാമത്തത് ജിബ്രീലാണ്. രണ്ടാമത്തത് മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ്. 3 ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം. 4 അസ്രായിൽ അലൈഹിസ്സലാത്തു വസ്സലാം. ഇത് കുട്ടികൾ പഠിച്ചിട്ടുണ്ടാവും. എല്ലാ കുട്ടികൾക്കും മനഃപ്പാഠമുണ്ടാവും. പക്ഷേ എഴുതുന്നതാണ് പല കുട്ടികളും തെറ്റിക്കുന്നത്. പരീക്ഷയ്ക്ക് അനുഭവമുള്ളതാണ്. അറിയുന്ന കുട്ടികൾ പോലും ഈ പേരുകൾ എഴുതുമ്പോൾ തെറ്റിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കുട്ടികൾ എഴുതുന്നത് ശരിയാണോ എന്നൊന്ന് ഉറപ്പുവരുത്തുക. 5ാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ പൂരിപ്പിക്കുക എന്നതിലെ 5 പ്രധാന ചോദ്യങ്ങളാണ്. പൂരിപ്പിക്കാൻ എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം. പാഠം നല്ലോണം വായിക്കുക എന്നത് തന്നെ ഇത്തരം ചോദ്യങ്ങൾ എളുപ്പമാക്കാനുള്ള വഴി. ഒന്നാമത്തത്, അള്ളാഹു നമുക്ക് നടക്കാൻ ഡാഷ് കാല് തന്നു. 2, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 40 വയസ്സായപ്പോൾ നുബുവത്ത് കിട്ടി. മൂന്നാമത്തത്, മലക്കുകൾ എപ്പോഴും അള്ളാഹുവിന് വഴിപ്പെടുന്നവരാണ് മലക്കുകൾ. 4, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യൽ പോലും വലിയ ഇബാദത്താണ്. 5ാമത്തത്, നബിമാരിൽ പ്രധാനികളാണ് ആര്? മുർസലുകൾ. മുർസലുകളാണ് നബിമാരിൽ പ്രധാനികൾ. അപ്പോൾ ഈ ഒരു ചോദ്യം പഠിച്ചു എന്നൊന്ന് ഉറപ്പുവരുത്തുക. കുട്ടികളോട് നമ്മൾ ചോദ്യം വായിക്കുക, ഡാഷ് പറയുക, കുട്ടികൾ പറയുന്നുണ്ടോ എന്നൊന്ന് നോക്കുക. ശേഷം 6ാമത്തത് ഉത്തരം എഴുതുക എന്ന ചോദ്യമാണ്. 5 ചോദ്യങ്ങൾ അതിലുണ്ട്.
ഇതാണ് ഈ ചോദ്യപേപ്പറിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ. ഓരോ കുട്ടിയും നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട 5 ചോദ്യങ്ങൾ. ഒന്നാമത്തത്, നമ്മുടെ നബിയുടെ പേര് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തത്, ആരാണ് മലക്കുകൾ? മലക്കുകൾ എന്ന് പറഞ്ഞാൽ അള്ളാഹു പ്രകാശം കൊണ്ട് സൃഷ്ടിച്ചവരാണ് മലക്കുകൾ. മൂന്നാമത്തത്, ആരാണ് നബിമാർ? നബിമാർ ആരാണ്? നബിമാർ എന്ന പാഠത്തിലുണ്ടാകും. ജനങ്ങളെ സന്മാർഗത്തിലേക്ക് ക്ഷണിക്കാനായി അള്ളാഹു നിയോഗിച്ച പ്രത്യേക മനുഷ്യരാണ് നബിമാർ. അങ്ങനെ തന്നെയാണ് പുസ്തകത്തിൽ പറയുന്നത്. നാലാമത്തെ ചോദ്യം, ഈ ലോകം നശിക്കും എപ്പോൾ? ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം സൂർ എന്ന കാഹളത്തിൽ ഊതുമ്പോഴാണ്. അപ്പോൾ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം സൂർ എന്ന കാഹളത്തിൽ ഊതുമ്പോഴാണ് ഈ ലോകം നശിക്കുന്നത്. അഞ്ചാമത്തത്, ആരാണ് മുഅ്മിനുകൾ? ഈമാൻ കാര്യങ്ങൾ കൊണ്ട് വിശ്വസിച്ചവരാണ് മുഅ്മിനുകൾ. ഈമാൻ കാര്യങ്ങൾ കൊണ്ട് വിശ്വസിച്ചവരാണ് മുഅ്മിനുകൾ. ഇനി വിട്ടുപോയ കോളങ്ങൾ പൂർത്തിയാക്കുക എന്ന 7ാമത്തെ ചോദ്യം. നിങ്ങൾക്ക് ഹെഡിങ് കാണാം, നബിമാർ എന്ന്. അതിൻ്റെ താഴെ പ്രവാചകന്മാരെ പേര് എഴുതി കൊടുത്തിട്ടുണ്ട്. കിതാബുകൾ, അവർക്കുള്ള കിതാബുകൾ നമ്മൾ അവിടെ എഴുതി കൊടുക്കണം. അടുത്തയിലും നബിമാരുണ്ട്, നബിമാരെ പേര് നൽകിയിട്ടുണ്ട്. ഏടുകൾ, അവർക്ക് നൽകപ്പെട്ട ഏടുകളുടെ എണ്ണവും നമ്മളവിടെ എഴുതി കൊടുക്കണം. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം കിതാബ് തൗറാത്താണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിതാബ് ഖുർആൻ. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇഞ്ചീലും ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം സബൂറുമാണ്. ഇനി ഇബ്രാഹിം നബിക്ക് കിട്ടിയ ഏടുകൾ 10 എഴുതുന്നതും അക്കവും അവിടെ നൽകിയിട്ടുണ്ട്. ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് 30, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് 10, ഷീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് 50. അപ്പോൾ ഇബ്രാഹിം നബിക്കും ആദം നബിക്കും 10, ഇദ്രീസ് നബിക്ക് 30, പിന്നെ ഷീസ് നബിക്ക് 50. ടോട്ടൽ 100 ഏടുകളാണ്. ഇനി 8ാമത്തത്, ആ ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രക്ഷിതാക്കളൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. നബിമാരുടെ പേരുകളും അതുപോലെ തന്നെ കിതാബുകളുടെ എണ്ണം, അത് ലഭിച്ച നബിമാരും ഈ രൂപത്തിലല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു രൂപത്തിൽ നമ്മളത് കണക്കാക്കണം. വേർതിരിക്കാം എന്നുള്ളതിൽ ചെയ്യേണ്ടവ, വിശ്വസിക്കേണ്ടവ, ഇങ്ങനെ 2 കോളങ്ങളിലാക്കാനാണ്. അതിൽ സക്കാത്ത് എന്നുള്ളത് ചെയ്യേണ്ടതാണ്. നോമ്പും ചെയ്യേണ്ട കാര്യം, നോമ്പെടുക്കുക എന്നുള്ളത്. നിസ്കാരവും നിസ്കരിച്ചാൽ തന്നെ അത് നടക്കുള്ളൂ. ഹജ്ജ്, അതും ചെയ്യേണ്ട കാര്യമാണ്. ഇനി വിശ്വസിക്കേണ്ട കാര്യങ്ങളുണ്ട്. അള്ളാഹുവിൽ നമ്മൾ വിശ്വസിക്കാനുള്ളതാണ്. പിന്നെ ഖദറിലും വിശ്വസിക്കണം. അന്ത്യദിനത്തിൽ വിശ്വാസം വേണം. അള്ളാഹുവിൻ്റെ കിതാബുകളിൽ വിശ്വാസം വേണം. പിന്നെ മുർസലുകളിൽ വിശ്വാസമുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഷഹാദത്ത് കലിമ നമ്മൾ മനസ്സിൽ ആദ്യം ഉറപ്പിക്കുകയാണ്. അതുതന്നെയാണ് വിശ്വാസവും. ഇത് വായിച്ചു കഴിഞ്ഞതിലൂടെ ചോദ്യം വരുന്ന ഒരു രൂപം കൃത്യമായി നമ്മൾ മനസ്സിലാക്കി. ഇതിനേക്കാൾ നല്ല ചോദ്യപേപ്പർ ഇൻഷാ അല്ലാഹ് നമ്മൾ ഇനിയും അപ്ലോഡ് ചെയ്യും. മറ്റു വിഷയങ്ങളുടെ വീഡിയോ ഉടൻ തന്നെ ഉണ്ടാകും. എല്ലാം ലഭിക്കുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. അതുതന്നെയാണ് ഇതുപോലത്തെ വീഡിയോകൾ ചെയ്യാൻ നിങ്ങൾ ഞങ്ങൾക്ക് നൽകുന്ന പ്രോത്സാഹനവും പ്രചോദനവും. ലൈക്ക് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ചെയ്തേക്കുക. ഉപകാരപ്പെട്ടെങ്കിൽ നന്ദി അറിയിച്ച് അൽഹംദുലില്ലയോ താങ്ക്സോ മറ്റോ കമൻറ്റിലൂടെ എഴുതി അറിയിക്കുകയും ചെയ്യുക. നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.